പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ ടെൻഷനും കരച്ചിലൊക്കെ ആയിട്ട് നടക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ദേവയാനിക്കൊക്കെ ആണെങ്കിലും നല്ല സങ്കടം ഉണ്ടെങ്കിലും ദേവയാനിയൊക്കെ ആണെങ്കിലും പുറത്ത് കാണിക്കുന്നില്ല. കാര്യം വെച്ചാൽ നമ്മൾ നയനയ്ക്ക് ടെൻഷനൊക്കെ കൂടി എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ആകുമെന്നുള്ളൊരു പേടി കൊണ്ടാണെങ്കിൽ നമ്മൾ ദേവയാനി ആണെങ്കിലും ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേ നയനയ്ക്കാണെങ്കിൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു അന്യ നാടാണല്ലോ, ഇവിടുത്തെ കണക്കല്ലല്ലോ. അപ്പം വിദേശത്ത് അങ്ങോട്ട് ആണല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും നമ്മൾ നയനയ്ക്കാണെങ്കിൽ നല്ലതുപോലെ ഉണ്ട്. അവിടെ മുത്തശ്ശനാണെങ്കിലും അവരുടെ അജയനും ജയനൊക്കെ ആണെങ്കിലും ആദർശൻ എന്ത് സംഭവിച്ചു, എന്തിനാ ആദർശനെ അവിടെ ജയിലിലാക്കിയെന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തിരക്കി അവരും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിലും അഭിയാണെങ്കിലും ആദർശനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അഭിയാണെങ്കിൽ ജലജയെടുത്ത് പറയുന്നുണ്ട്, ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ഒരു കാരണവശാലും ഇവരറിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇനി അവനെക്കുറിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളൊന്നും നമുക്കിനി കൂടുതലായിട്ടൊന്നും അവനെ സംസാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ അഭി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നയനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താ ആദർശനെ കുറിച്ചാണല്ലോ ഇവർ സംസാരിക്കുന്നത്, എന്താണെന്ന് കേട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവരോട് നയനയോട് നിൽക്കുമ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നതൊക്കെ നയന കേൾക്കുന്നത്. അങ്ങനെ നയന വിചാരിക്കുന്നത്, എന്താ ഇവനാണോ ആദർശേട്ടനെ ജയിലിലാക്കിയത്, ഇവനിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ നയന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവനാണെങ്കിൽ ആദർശേട്ടനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ നടക്കുന്നത്. എന്നാലും ഇവനിനി വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. എന്തായാലും ഇവൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നന്ദുവിനെ തന്നെ കേസ് കൊടുത്ത് നന്ദുവിനെ തന്നെ ഏൽപ്പിക്കണമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനാണെങ്കിലും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നയനാണെങ്കിലും നേരെയാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് നേരെ നമ്മൾ അബിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ അബിയുടെ ഉടുപ്പിനകത്ത് കുത്തി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ദ്രോഹി, നീയാണോടാ എൻ്റെ ആദർശേട്ടൻ നീ ജയിലിലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അബിയാണെങ്കിൽ നമ്മൾ നയനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ അബി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി എന്താ പറയുന്നത്, ഞാൻ എന്താ ചെയ്തതെന്ന് ഏട്ടത്തി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത കണക്കൊക്കെ അബി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നയനാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടത് ഞങ്ങൾക്ക് തെറ്റായി പോയത് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല, നിൻ്റെ കാര്യങ്ങളെല്ലാം നിൻ്റെ ഭാര്യ അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകും, ഇനിയിപ്പോൾ നീയും എനിക്ക് കണക്ക് തന്നെ, എൻ്റെ ചേച്ചിയാണെങ്കിലും അത് എനിക്ക് കണക്ക് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അബി വീണ്ടും ആണെങ്കിലും എന്തോ ഏട്ടത്തി ഇതൊക്കെ പറയുന്നതെന്ന് പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നയന പറയുന്നുണ്ട്, നീയാണ് ജയിലിലാക്കിയെന്ന് നീ സംസാരിക്കുന്നത്, നിൻ്റെ വായിക്കൂടെ പറയുന്നത് ഞാൻ കേട്ടെന്നൊക്കെ നമ്മൾ നയന പറയുന്നുണ്ട്. അവിടെ ഇനി നീ ആണെങ്കിൽ അഭിനയിക്കാനൊന്നും നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നയനാണെങ്കിൽ നേരെ ദേവേനെ അടുത്ത് മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരുടെ അടുത്ത് നയന പറയുന്നുണ്ട്, ആദർശേട്ടനെ ആണെങ്കിൽ ഇതിനൊക്കെ ജയിലിലാക്കാൻ വേണ്ടി എല്ലാ ഇതും ചെയ്തത് അഭിയാണ്, അവനാണ് ഇതിൻ്റെ പിറകെ കിടന്ന് കളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനെ അന്നേ ഇവിടുന്ന് പുറത്താക്കാനുള്ളതായിരുന്നു, പക്ഷേ നിങ്ങളൊക്കെയാണ് താമസിക്കാഞ്ഞത്, നവ്യയുടെ ജീവിതം ഓർത്തിട്ട് ആണ് എല്ലാവരും ഇങ്ങനെ അവനെ ഇവിടെ തന്നെ നിർത്താൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നിങ്ങളൊക്കെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഇവനെ ഇവിടെ നിർത്തിയാൽ ശരിയാകത്തില്ല, കാര്യം ഇവൻ ചെയ്യുന്ന ഓരോ തെറ്റിലും പാവം പിടിച്ച ആദർശം ചെന്ന് പെടുന്നതൊക്കെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഇവനെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അബിയുടെ കേസ് നന്ദുവിനെ തന്നെയാണ് മുത്തശ്ശനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ പുറത്തു വന്ന സമയത്താണെങ്കിൽ നന്ദു ആണെങ്കിൽ അബി അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയിട്ട് ഒരിടത്ത് തനിച്ചൊക്കെ താമസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നവ്യയാണെങ്കിലും ജലജയാണെങ്കിലൊക്കെ പിന്നെ അബിയെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞുള്ള വിവരം അവരറിയുന്നത്. പക്ഷേ നമ്മൾ നന്ദു ആണെങ്കിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് വേറെ അടുത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്ന കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും അബിയെടുത്ത് നീ ഇനി എന്തായാലും ഇവിടെ കിടന്ന് പട്ടിണിയും കിടന്ന് എൻ്റെ ക്രൂരതകളും സഹിച്ച് നീ ഇനി ഇവിടെ കിടക്കും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് സത്യങ്ങൾ പറയാനൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ അബിയെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നന്ദുവിന് എൻ്റെ അടുത്ത് എല്ലാ സത്യങ്ങളും അബി പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നന്ദു ആണെങ്കിൽ അബിയെ പുറത്തോട്ട് വിടുന്നതൊന്നുമില്ല കേട്ടോ. അങ്ങനെ നന്ദു അബിയാണെങ്കിൽ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ പുറത്തോട്ടൊക്കെ വിട്ട് നീ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നിന്നെ ക്ഷമിച്ച് എല്ലാവരും നിന്നെ വീണ്ടും വീട്ടിലാത്തവർക്ക് കയറ്റുമ്പോഴാണ് നീ ഓരോരുത്തരെ വീണ്ടും വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി നീ ഇവിടെ തന്നെ കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ക്രൂരമായിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ ഇട്ട് ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.